ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് അടുക്കളയിലാണ്. ഇന്ന് കറണ്ട് ഉണ്ടായില്ല, അപ്പോൾ രാവിലെ തന്നെ കറണ്ട് പോയി. അപ്പോൾ അടുക്കളയിൽ വന്ന് കറണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ കട്ടാക്കാൻ പോയില്ല. പിന്നെ ഇന്ന് എനിക്ക് മാങ്ങ മുരിങ്ങക്കായ കറി കേട്ടോ. മാങ്ങ മുരിങ്ങക്കായാണ് ഇന്ന് കറി. പിന്നെ രാവിലെ തന്നെ എണീറ്റ് വന്ന് 5 മണിയാകുമ്പോൾ എണീറ്റ് വന്ന് ഫോൺ നോക്കി. കറണ്ട് ചിലപ്പോൾ പോകും, മഴയൊക്കെയല്ലേ, പോകുമെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചാർജാക്കുക. ഇന്നലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം 7 മണിയായിട്ടാണ് കറണ്ട് വന്നു. രാവിലെ പോയിട്ട് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് രാത്രി 7 മണിക്കാണ് കറണ്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് 4 മണിക്കൊന്ന് വന്നു. എന്നിട്ട് പിന്നെ നല്ല കാറ്റും മഴയിപ്പോൾ കറണ്ട് പോയി. എന്നിട്ട് പിന്നെ 7 മണിക്കാണ് വന്നപ്പോൾ ഫോണൊക്കെ ചത്ത് കയറുന്നു. അപ്പോൾ അത് ചാർജ് ഇടാം വിചാരിച്ചിട്ട്, പിന്നെ എൻ്റെ വർക്കും ഇന്നലെ മഴയും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വർക്കും നടന്നിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് നേരത്തെ വെച്ചിട്ട് അത് ചെയ്യാം, അന്ന് ഉച്ചക്ക് വണ്ടി വരും, അപ്പോൾ പിന്നെ ഉള്ളത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നപ്പത്തേനും ആണ് നേരത്തെ എണീറ്റത്. അപ്പം എന്തുണ്ടായി, മിഷ്യൻ വർക്കാവണില്ല. മിഷ്യന് ഈ സീലിംഗ് മിഷ്യൻ കേട്ടോ. ചൊവ്വാഴ്ച പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോള് പോയിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പിള്ളേരെങ്ങാനും കളിച്ചിട്ടത് തിരിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വർക്കാവണില്ല. വർക്കാവുന്നുണ്ട്, ശബ്ദം വരുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ചൂട്. അതിൻ്റെ ബോർഡൊക്കെ ഇങ്ങനെ തിളച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുക വരികയൊക്കെ ചെയ്യാം. അപ്പോൾ പറ്റണില്ല, ഒട്ടണില്ല, കവറുകളേ ഒട്ടണില്ല. അപ്പോൾ അത് പണി നടന്നില്ല. അപ്പോൾ ഇന്നത്തെ കാര്യം ചിറ്റി. അപ്പം ഇനിയിപ്പോൾ അത് നന്നാക്കണ കടയിൽ കൊണ്ട് കൊടുക്കണം. ഇനി അവരത് ഇന്ന് തന്നെ നന്നാക്കി തരുമോ എന്താണെന്ന് അറിയില്ല. ഗ്യാരണ്ടി കഴിഞ്ഞിട്ടില്ല, 1 വർഷത്തെ ഗ്യാരണ്ടി. 3ാമത്തെ മിഷ്യനാട്ടോ വാങ്ങണത്. ഈ 5 കൊല്ലം കൊണ്ട് 3ാമത്തെ മിഷ്യനാണ്. ഈ മിഷ്യൻ പുതിയത് വാങ്ങിയിട്ട് തന്നെ 5 മാസമായിട്ടുള്ളൂ. അവർ 1 വർഷത്തെ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിട്ട് തന്നിക്കണത്. ഇനിയിപ്പോൾ നമ്മളത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് കൊണ്ടുപോകണം. എന്നിട്ട് പിന്നെ എപ്പോഴേലും കൊണ്ടുവരുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, പൈസ കൊടുത്തിട്ട് തന്നെ നന്നാക്കണ കടകളൊക്കെ ഉണ്ട്, റിപ്പയർ ചെയ്യണ കടകളുണ്ട്. അവിടെ കൊടുത്തിട്ട് പൈസ കൊടുത്താലും വേണ്ടില്ല, ശരിയാക്കിക്കണം, എന്നാലും പണി നടക്കുള്ളൂ. ഇന്നെന്തായാലും ഇപ്പോൾ കൊടുക്കൽ നടക്കില്ല. ഇനിയിപ്പോൾ ഇന്ന് തന്നെ കിട്ടുമെന്ന് അറിയില്ല. ഇതിൻ്റെ മുന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടിയിരുന്നില്ല. ഒന്ന് കേടാകുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും, എന്നിട്ട് വേറെ ഒന്ന് മുന്നേ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വിളിച്ചിട്ട് വരും. എന്നിട്ട് ഇത് കേടാകുമ്പോഴത്തേനും അത് അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ റോൾ ചെയ്തിട്ട് പോവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. ഇപ്പം മിഷ്യൻ ഇല്ല, പഴയ മിഷ്യനൊന്നും വർക്കാവണില്ല. എല്ലാം വർക്കാവുണ്ട്, പക്ഷേ കവറ് നേരം പോലെ ഒട്ടണ്ടേ. കവറ് 2 പീസായിട്ട് വരിക പഴയ മിഷ്യൻ. അപ്പോൾ അതും നടക്കണില്ല. അപ്പം എന്തായി, ഇന്നത്തെ കാര്യം ഗോവിന്ദായി. അപ്പോൾ ഒരു ദിവസത്തെ പണി ചുറ്റിയാൽ ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താണെന്ന് പറയുക, ഇങ്ങനെ കണക്കൂട്ടി ജീവിക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും നമ്മൾ കണക്ക് കൂട്ടലാണ്. പെട്ടെന്ന് എങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ നേരം വെളുക്കുള്ള ഉറക്കമുണ്ടായില്ല കേട്ടോ. കാരണം നേരം വെളുത്തഞ്ഞ് മഴ കറണ്ട് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്, കറണ്ട് പോകണാവോ എന്താ നാളെ കൊടുക്കാൻ പറ്റണാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് തന്നെ. അപ്പോൾ ഇന്നലെ പകലൊന്നും തീരെ ഒരു ഒഴിവുണ്ടായിട്ടില്ല. പല കാര്യങ്ങൾക്കും ഇന്നലെ നടക്കാൻ പോയി. അപ്പോൾ പിന്നെ അവിടുന്ന് വന്നിട്ട് കൃഷിഭവനിൽ കിസാൻ്റെ എന്തോ ശരിയാക്കാണ്ട് കൊണ്ട് അവിടെ പോയി. അവിടെ പിന്നെ കറണ്ടില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് അച്ചാറുണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിന്ന് പിന്നെ വീട്ടിലത്തെ പണികളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ നേരമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നേരെ വെളുക്കട്ടെ, ഉള്ളത് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വെളുത്ത് അപ്പോഴും സമാധാനമില്ല, കറണ്ട് ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. പക്ഷെ എന്താ ഇപ്പം ഉണ്ടായി, മിഷ്യൻ വർക്കാവില്ല.
കണക്കൂട്ടൽ തെറ്റി. കറണ്ട് പോയി, കറണ്ട് ഇപ്പോൾ ഇതാ വന്ന്. അപ്പം അങ്ങനത്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ഇന്നലെ ലൈവ് വന്ന പിന്നോട്ട് ഒരാൾ ചോദിച്ച് ചെലവിനൊക്കെ എന്താ ചെയ്യാന്ന്. ചെലവിന് പെൻഷനുണ്ട്, പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും, പിന്നെ കറണ്ട് ബില്ല്, ഗ്യാസൊക്കെ അല്ലേ. ഗ്യാസിൻ്റെ ചിലവ് നമുക്ക് എന്തായാലും അച്ചാറൊക്കെ ഉണ്ടാക്കണം. അച്ചാറൊക്കെ അടുപ്പത്താണ് ഉണ്ടാക്കുക, എന്നാലും അതിൻ്റെ വരുമാനം കൊണ്ട് അങ്ങനെ കറണ്ട് ബില്ല്, പിന്നെ ഗ്യാസ്, പള്ളിപ്പിരിവ്, വെള്ളത്തിൻ്റെ പൈസ, വെള്ളത്തിന്